ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞൊരു വീക്കിൽ ഞങ്ങളുടെ വീട്ടിൽ നടന്നിട്ടുള്ള കേക്ക് കട്ടിങ് സെലിബ്രേഷൻസ് ആണ് ഈ വീഡിയോയിലുള്ളത്. ആദ്യത്തെ ഒരു കേക്ക് കട്ടിംഗ് എന്ന് പറയുന്നത് എൻ്റെ മോളുടെ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിംഗ് ആണ്. അവൾ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് വേറെ ആരും കൈ പിടിക്കാണ്ട് തന്നെ കട്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷെ അവൾ കേക്ക് മുറിച്ചിട്ടും പോവാണ്ടായപ്പോൾ മോൻ തന്നെ അത് കേക്ക് കട്ട് ചെയ്തു. ഞാൻ എടുത്ത് കൊടുക്കേണ്ടി വന്നു. പക്ഷെ എന്നാലും അവൾ കുറേ നേരം ആ കേക്ക് കമ്പ് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഏപ്രിൽ 18 അവളുടെ ബർത്ത്ഡേ. പക്ഷെ അന്ന് വെള്ളിയാഴ്ച ആയ കാരണം കൊണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈസ്റ്ററിൻ്റെ അന്ന് അപ്പച്ചനും അമ്മച്ചും വന്നപ്പോൾ കൊണ്ടുവന്ന കുഞ്ഞൊരു കേക്ക് വെറുതെ ഒരു രസത്തിന് കേക്ക് കട്ട് ചെയ്തതാണ് അത്. സെക്കൻഡ് കേക്ക് എന്ന് പറയുന്നത് എൻ്റെ അപ്പച്ചൻ്റെ ബർത്ത്ഡേയുടെ ആയിരുന്നു. അതിനും പിള്ളേർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. ഏപ്രിൽ 24 ബർത്ത്ഡേ ഉണ്ടായിരുന്നത്. അന്ന് തന്നെയാണ് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം അപ്പാപ്പൻ പിള്ളേർക്ക് കൊടുക്കുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നിന്നത്. പക്ഷെ അപ്പാപ്പൻ ഓർഡർ വൈസിൽ ആദ്യം അപ്പാപ്പൻ്റെ ചേട്ടന്, പിന്നെ അമ്മാമ്മയ്ക്ക്, പിന്നെ എനിക്ക്, അനിയത്തിക്ക് കൊടുത്ത്. അപ്പോൾ ഇവരിങ്ങനെ നോക്കി ഇതെന്തേ കിട്ടാത്തേന്ന് വെച്ചിട്ട് നോക്കി നിന്ന് അതിൻ്റെ ഒരു സങ്കടം അവർക്ക് രണ്ടാൾക്കുണ്ടായിരുന്നു. കാരണം അപ്പാപ്പൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 പേരാണ് ഇവർ. പിന്നത്തെ കേക്ക് കട്ടിംഗ് എന്ന് പറയണത് എൻ്റെ അനിയൻ്റെയും അനിയത്തിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്കായിരുന്നു. ഏപ്രിൽ 28 അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നത്. പക്ഷേ ഏപ്രിൽ 27 ഞങ്ങളുടെ വീട്ടിൽ പെരുന്നാളായിരുന്നു. അപ്പോൾ അവളുടെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ വീട്ടിലത്തെ എല്ലാ ആൾക്കാരും ഉണ്ടായ കാരണം കൊണ്ട് ഏപ്രിൽ 27 ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ വിശ്വാസമാണ് ഇത്. കേക്ക് കട്ട് ചെയ്തിട്ടുള്ള 4 പേർക്കും നല്ലൊരു വർഷം ആവട്ടെ ഇതെന്ന് ആശംസിക്കുന്നു.